Hi friends, എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഒരു കാര്യം ഒരാളെ അനുകരിക്കരുത്, കാരണം ഇത്തിരി ഡേഞ്ചർ ആണ്. വേറെ ഒന്നല്ല, നമ്മൾ ഈ ഒരു നൈഫ് വെച്ചിട്ട് നമ്മളെ കൈ കട്ട് ചെയ്യാൻ പോവാണ്. കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവല്ലേ? കാട്ടിത്തരാം. നമ്മൾ ഈ ഒരു നൈഫാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമ്മുടെ കൈ നമ്മൾ കട്ട് ചെയ്തേക്കാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഈ ഒരു ഇൻട്രോ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല, ഇത്രയും പവർ പറഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ രണ്ടാമതൊന്നുകൂടി ഇൻട്രോ പറഞ്ഞു തുടങ്ങിയത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കെമിക്കൽ കട്ട് എക്സ്പെരിമെൻ്റ് ആണ്. അതായത് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, കൈ കൊണ്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ ചോര വരുന്നത്. അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പണി. കുഞ്ഞൊരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നീറ്റ് JEE PSC എക്സാമുകൾ ചെയ്യുന്നവർക്ക്, പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എൻട്രി എന്ന് പറയുന്ന ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ, കേരളത്തിൽ PSC പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 2 million+ ഡൗൺലോഡുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൌണിനോടനുബന്ധിച്ച് നീറ്റ് JEE PSC കോഴ്സുകൾക്കൊക്കെ 40% ഓഫർ തരുന്നുണ്ട്. അതായത് M4Tech എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40% നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി ആപ്ലിക്കേഷൻ PSC SSC RRB ബാങ്കിങ് കോച്ചിങ്ങുകൾക്കൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ ഇതിൽ പറയുന്ന ഒരു മെയിൻ ഫീച്ചറാണ് വീഡിയോ ക്രാഷ് കോഴ്സും മോക്ക് ടെസ്റ്റും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ നമുക്ക് പുറത്തൊന്നും പോയി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു എൻട്രി ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് M4Tech എന്ന് പറയുന്ന കൂപ്പൺ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ 40% ഓഫും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓഫറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, നമ്മുടെ വീഡിയോ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറി ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം M4Tech എന്നുള്ള കൂപ്പൺ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 40% ഓഫ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കെമിക്കൽസ് ആണ് വേണ്ടത്. ഒന്ന് പൊട്ടാസ്യം തയോസയനൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട അടുത്ത കെമിക്കലാണ് ഫെറിക് ക്ലോറൈഡ്. ഈ 2 കെമിക്കൽസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ലോക്കൽ കെമിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അധികം പൈസ വരാതെ 2 കെമിക്കൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ 2 കെമിക്കൽസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കെമിക്കലൊക്കെ എടുത്തിട്ട് നമുക്ക് ക്ലാസ്സുകളിൽ ഇട്ട് കൊടുക്കണം. 2 ക്ലാസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടാസ്യം തയോസയനൈറ്റ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. കണ്ടൊരു വെളുത്ത കളർ, ഒരു പഞ്ചസാര പോലെ ഇരിക്കുന്ന നമ്മുടെ പൊട്ടാസ്യം തയോസയനൈറ്റ്. ഇത് നമ്മൾ അധികമൊന്നും വേണ്ട, നമുക്കൊരു 2-3 കുഞ്ഞി സ്പൂൺ, നമ്മുടെ ഐസ്ക്രീമൊക്കെ കോരിയെടുക്കുന്ന സ്പൂണാണ്. ഇതിൽ ഒരു 3 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫെറിക് ക്ലോറൈഡാണ്. ഇത് നമ്മൾ PCB എച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ PCB ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇത് കണ്ട ഇത്രയും മതി, നമുക്ക് ഇതിലും കൂടുതൽ വേണ്ട. അപ്പോൾ ഈ 2 കെമിക്കൽസാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സാധാ വെള്ളമാണ്. ഇത് നമ്മൾ 2ലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നിറച്ചൊഴിക്കണം, നമ്മുടെ കത്തി മുക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒഴിക്കുമ്പോൾ നിറച്ചൊന്നും ഒഴിക്കേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് നമ്മളത് ഏകദേശം ഈ ഒരളവ് വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2ലും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടാസ്യം തയോസയനൈറ്റ് നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയോ വെച്ചിട്ട് കണ്ടോ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ കയ്യിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണിത്. അധികം കട്ടിയിൽ നമുക്ക് ആവശ്യമില്ല, ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉണങ്ങാൻ നിൽക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ റബ്ബ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു നൈഫ് വേണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും മൂർച്ചയില്ലാത്തൊരു നൈഫാണ്. കണ്ടോ, നമ്മുടെ കയ്യുമായിട്ടൊന്ന് മുറിച്ചാലൊന്നും മുറിയില്ല. ഇങ്ങനത്തെ ഒരു നൈഫാണ് നമ്മൾ എടുക്കാനായിട്ട്. ഒട്ടും തന്നെ മൂർച്ച ഉണ്ടാവരുത്. ഇങ്ങനെ ഒരു നൈഫ് നമ്മൾ എടുത്തിട്ട് അത് നമ്മുടെ നേരെ ഫെറിക് ക്ലോറൈഡ് ലായനിയിലേക്ക് നമ്മൾ മുക്കിയെടുക്കുകയാണ്. കണ്ടോ, മുക്കിയെടുക്കുമ്പോൾ ഇതിന് കളറൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ കയ്യിൽ നമ്മൾ ഇതുകൊണ്ടൊരു കട്ടിടാൻ പോവാണ്. കണ്ട, അടുത്ത കട്ടിടാൻ പോവാണ്. നമ്മുടെ കത്തിയിൽ ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത കട്ട് നമ്മളിട്ടു. നമ്മുടെ ബ്ലഡ് വരുന്നത് ശരിക്കും ഒരു റിയാലിറ്റി ഫീൽ ചെയ്ത് തന്നെയാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഇത് നേരത്തെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരുന്നേ. അപ്പോൾ നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്തു, വീഡിയോ എടുക്കുന്നതുകൊണ്ടായതുകൊണ്ട് അതാണ് പറ്റിയത്. അല്ലെങ്കിൽ ശരിക്കും ആ കട്ടിൻ്റെ സുഖം ഒന്നുകൂടി കിട്ടിയേനെ. കണ്ട ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കട്ട് നമ്മൾ ഒന്നുകൂടി ചെയ്യാണ്. ഈ ഒരു കട്ടിങ്ങിനെ കെമിക്കൽ കട്ടിങ് എന്നാണ് പറയുക. അതായത് ഈ ഒരു സംഭവം ഓൾറെഡി ഫേമസ് ആണ്, ഈ കെമിക്കൽ കട്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഇതിനെ പറയുന്ന പേര് കെമിക്കൽ കട്ട് എന്നാണ്. സംഭവം നമ്മുടെ ആൾക്കാരൊക്കെ പ്രാങ്ക് ചെയ്യാൻ, അതുപോലെ എക്സിബിഷൻസിനൊക്കെ നമുക്ക് വേണ്ടി ഇത് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചാലും ഇത് ഡൈല്യൂട്ടഡ് വെർഷനാണ്. അതുകൊണ്ട് അത്രയ്ക്ക് പ്രോബ്ലം ഇല്ല. നമ്മൾ കെമിക്കൽസ് ആണെങ്കിലും ഡൈല്യൂട്ടഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ തന്നെ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൈയൊക്കെ നല്ല സോപ്പിട്ട് വാഷ് ചെയ്യണം, അതല്ലെങ്കിൽ പ്രശ്നമാവും. കണ്ട സംഭവം നമ്മളിങ്ങനെ ഡ്രോപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് ഒഴുകി വരുന്ന കാണാൻ പറ്റും. നമ്മൾ വെക്കുന്ന ആ ഡ്രോപ്പ് വരുമ്പോൾ റെഡായിട്ട് മാറുന്ന കാണാൻ പറ്റും. ശരിക്കും ബ്ലഡിൻ്റെ ഫീൽ തന്നെയാണ് വരുന്നത് അവിടെ. കണ്ട
നമ്മുടെ ഈ ഒരു കെമിക്കൽസ് വെച്ചിട്ട് അടുത്തൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബഡ്സ് ആണ് വേണ്ടത്. തുമ്പത്ത് കോട്ടൺ വരുന്ന രീതിയിലുള്ളൊരു ബഡ്സ്. അതിനുശേഷം ഇത് വെച്ചിട്ട് നമ്മൾ കയ്യിൽ എന്തെങ്കിലും ലെറ്റർ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ലെറ്റർ എഴുതാം. ഓക്കെ, നമുക്ക് എന്താണ് എഴുതാനുള്ളത് അത് നമ്മൾ എഴുതി വയ്ക്കുക അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റാൻ വഴിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പ്രേയർ എടുത്തേക്കാണ്. കണ്ടോ, ഈ ഒരു സ്പ്രേയറാണ്, നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരെ നമ്മുടെ ഫെറിക് ക്ലോറൈഡ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫെറിക് ക്ലോറൈഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ സ്പ്രേയറിൽ ആ ഹെഡ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് സ്പ്രേ ചെയ്യാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്യാൻ പോവാണ്. റെഡി? കണ്ട, ഇപ്പോൾ നമ്മൾ എഴുതിയാർന്ന ലെറ്റർ നല്ല ബ്ലഡായിട്ട് വന്നിട്ടുണ്ട്. ബ്ലഡ് തന്നെയാണ് എഴുതിയാർന്നത്. സംഭവം കണ്ട, അടിപൊളിയായില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ ഈ രണ്ട് കെമിക്കൽസ് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ നമ്മൾ ഇത് ഇത്തിരിക്കോളം കെമിക്കൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫെറിക് ക്ലോറൈഡ്. അത് നമ്മൾ നേരെ ഇതേ ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ട നല്ല കട്ട ചുമപ്പായി മാറിയേണ്ടത്. നമ്മൾ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ നല്ല രീതിക്ക് ചേഞ്ച് വരും. അയ്യോ, ഇതിപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കിയപ്പോൾ അതും റെഡായി, ഇത് റെഡായി. പിന്നെ എന്തായാലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇതിൻ്റെ കളർ ഇപ്പോൾ നോക്കി നല്ല അടിപൊളി റെഡായിട്ടുണ്ട്. കണ്ട, ആകെ നമ്മുടെ ടേബിളൊക്കെ നശിപ്പിച്ചു നമ്മൾ. മൊത്തത്തിൽ കൊളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേബിളൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. നോക്കി കളറുണ്ട് ഇതിൻ്റെ വേറെ ലെവൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടേബിൾ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഉണ്ടാക്കിയ, അതായത് മിക്സ് ചെയ്തെടുത്ത കളർ നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. കളർ നോക്കി, ടോട്ടൽ ഹൊറർ മൂടായല്ലേ. നമ്മുടെ ആ കെമിക്കൽ നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ കളറാണിത്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത കളർ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കെമിക്കൽ കട്ട് എക്സ്പെരിമെൻറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കത്തി മൂർച്ചയില്ലാത്തതാണെന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തണം. അത് നമ്മൾ കയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൈക്ക് ഡാമേജ് വരാൻ, മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, കുഞ്ഞു കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത്. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഡൈലൂട്ടഡ് ആണെങ്കിലും കെമിക്കൽസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ എൻട്രി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.